കെ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ വേണ്ടി എന്താണ് ചെയ്യുക? ഈ ഒരു അവസരം നൽകുകയെങ്കിൽ നമ്മൾ ഈ മഞ്ചേശ്വരം മണ്ഡലത്ത് പിന്നെ മുരടിച്ച് നിൽക്കുന്ന വികസനം നമുക്ക് കൊണ്ടുവരാൻ എന്താണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? നമുക്ക് എൻഡോസൾഫാൻ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കപ്പെടും. ഇവിടെ പിന്നെ ഗതാഗത പ്രശ്നമുണ്ട്, അത് പരിഹരിക്കപ്പെടും. റോഡുകളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? ഏത് തരത്തിലാണ് ചെയ്യേണ്ടത്? ഞാൻ പറയട്ടെ, ഇവിടെ പിന്നെ NH-17 അവിടെ പിന്നെ 4 വരിയായിട്ട് പിന്നെ ആക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര പദ്ധതിയാണ്. അതിനെ തടസ്സ നിർത്തിയത് നിന്നത് കേരള സർക്കാരാണ്. ഇതുവരെ എക്വസിഷൻ നടത്താത്തത് അത് കേരള സർക്കാരാണ്. എന്തുകൊണ്ടാണ് കേരള സർക്കാർ അത് എക്വസിഷൻ ആക്കാത്തത്? അത് പറയണ്ടേ? മഞ്ചേശ്വരം മുതൽ പിന്നെ പാറശാലയോടുള്ള ഈ NH-17 ഇതിന് വികസനം ഈ 5 വർഷമായിട്ട് ഇവിടെ കേന്ദ്രം പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ആക്കിയതാണ് കഴിഞ്ഞ സർക്കാരും. പക്ഷെ ഈ സർക്കാരും പിന്നെ അട്ടിമറിച്ചത് കേന്ദ്രം കൊണ്ടുവന്ന ഈ പദ്ധതി അട്ടിമറിച്ചതാണ് UDF സർക്കാർ. ആക്ഷേപം. താങ്കൾ നേരത്തെ മറുപടി പറയാൻ പോയ കാര്യം പറഞ്ഞോളൂ, അതിൽ തുടങ്ങാം. ഒന്ന് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. 4 വരി പാത 1300 കോടി രൂപന്റെ ടെൻഡർ നടപടി പൂർത്തിയായത് 5 വർഷം മുമ്പ്. ഇവിടെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാത്തതിന്റെ പേരിലാണ് ക്യാൻസൽ ആയിട്ട് പോയത്. എത്ര പ്രാവശ്യം അങ്ങനെ പല തടസ്സങ്ങളുണ്ട്. മറ്റുള്ളവരുടെ സ്ഥലം ഏറ്റെടുക്കുമ്പോ അതിന് പല തടസ്സങ്ങളും ഉണ്ടാവും. തടസ്സമുണ്ടായില്ല, ഇനി നമുക്ക് പക്ഷേ സർക്കാരാണ്. ഇനി നമുക്ക് പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഇത് ഇന്ന കാര്യങ്ങൾ ഈ പേപ്പറുകളൊക്കെ കിട്ടിയെങ്കിലും പൂർത്തീകരിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഈ സർക്കാർ, ഈ UDF സർക്കാർ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ എത്ര ഏക്കർ സ്ഥലമാണ് എഴുതി കൊടുത്തത്? ഈ UDF സർക്കാരിനെതിരെ അങ്ങനെ ആക്ഷേപങ്ങളുണ്ട്. ആ UDF സർക്കാരിനെതിരായുള്ള ആക്ഷേപം താങ്കൾക്ക് കൂടെ എതിരായിട്ടുള്ള ജനവികാരമായി മാറില്ലേ? താങ്കൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ? അത് ബഹുമാനപ്പെട്ട സോളാർ കേസ്, സരിത വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് പൊതുരാഷ്ട്രീയ വിഷയങ്ങൾ കൂടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. തിരുത്തേണ്ട വിഷയം തിരുത്തി തന്നെ മുന്നോട്ട് പോകും ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങള് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഗവൺമെന്റ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്. ഈ പൊതുരാഷ്ട്രീയ വിഷയങ്ങൾ എങ്ങനെയാണ് കാസർഗോഡ് മഞ്ചേശ്വരത്തെ ബാധിച്ചത്? പൊതുവെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ്. വിവാദങ്ങളിൽ ഉഴഞ്ഞ സർക്കാരാണ്. വികസന പ്രവർത്തനങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ നേരമുണ്ടായിട്ടില്ല. അങ്ങനെ ഈ സോളാർ വിഷയത്തിലായാലും അതുപോലെ തന്നെ പിന്നെ ബാർ വിഷയത്തിലായാലും ഭൂമി ഇടപാടിലായാലും എല്ലാത്തിലും മുഖ്യമന്ത്രി നേരിട്ടാണ്. അതിൽ അഴിമതിയുടെ പേരിൽ കേസിൽ പ്രതിയായ ആളുകളെ മാറ്റാൻ പോലും മുഖ്യമന്ത്രി തയ്യാറില്ല. അയാൾ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇവരെല്ലാം തന്നെയാണ് എന്റെ സഹപ്രവർത്തകർ, അവരെല്ലാം. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അഴിമതിയിൽ പങ്കെടുക്കുകയാണ്. വികസനം എന്നതൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യമുള്ള വിഷയമല്ല. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന ഈ അഴിമതിക്കെതിരായ ജനവികാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്, മഞ്ചേശ്വരത്ത് പ്രത്യേകിച്ചുമുണ്ട്. മഞ്ചേശ്വരത്തെ ജനങ്ങൾ അഴിമതി ആഗ്രഹിക്കുന്നവരല്ല, ഒരു നയ പൈസ പോലും കൈക്കൂലി വാങ്ങാനോ കൊടുക്കാനോ ആഗ്രഹിക്കുന്നവരല്ല. മഞ്ചേശ്വരത്തെ ജനങ്ങൾ പൊതുവെ വടക്കോട്ട് വരുമ്പോൾ സത്യസന്ധന്മാരും നീതിമാന്മാരുമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മഞ്ചേശ്വരത്തെ ജനങ്ങൾ വളരെ സത്യസന്ധരും നീതിമാന്മാരുമാണ്. അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഒരു സർക്കാരിനെയാണ്. ആ സർക്കാർ ഈ കഴിഞ്ഞ 5 വർഷം ഉമ്മൻചാണ്ടിക്ക് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. LDF സർക്കാർ വന്നാൽ മാത്രമേ അഴിമതി ഇല്ലാതാക്കാൻ സാധിക്കൂ. LDF സർക്കാർ വന്നാൽ എല്ലാം ശരിയാകുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ LDF സർക്കാരും UDF സർക്കാരും വന്നാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഈ കഴിഞ്ഞ UDF സർക്കാർ എല്ലാ രീതിയിലും പരാജയമാണ്. കറപ്ഷൻ ആവട്ടെ, സോളാർ സ്കാം ആവട്ടെ, പിന്നെ ഭൂമി ഇടപാടാവട്ടെ, എല്ലാ രീതിയിൽ അടിമതിയിൽ മുങ്ങി കിടന്ന ഒരു സർക്കാരാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മുകളിലും പിന്നെ എലിഗേഷൻ ഉണ്ട്, പിന്നെ ബാബുവിന്റെ മുകളിൽ എലിഗേഷൻ ഉണ്ട്, കോൺഗ്രസിന്റെ നേതാക്കളുടെ മുകളിൽ പിന്നെ എലിഗേഷൻ ഉണ്ട്, പല എലിഗേഷനും ഉണ്ടാവും. ആ എലിഗേഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും അടുത്ത ചോയ്സ് എന്ന നിലയിൽ ജനം LDF-നെ സ്വീകരിക്കുക. അതിനു മുമ്പ് LDF ഭരിച്ചതാണ് ഇവിടെ. ഭരിച്ചത് പിന്നെ ശരിയായില്ല കൊണ്ടതിൽ കേരള ജനങ്ങൾ മാറ്റിയിട്ട് UDF-ന് കൊടുത്തത്. അപ്പൊ ഒരു അവസരം BJP-ക്ക് നൽകൂ, അതാണ് നമ്മളെ പിന്നെ കേരള ജനങ്ങൾ പറയുന്നത്. ഈ പൊതുരാഷ്ട്രീയത്തെ പറ്റിയുള്ള ചോദ്യം, പൊതുരാഷ്ട്രീയത്തെ പറ്റി ചോദിച്ചോളൂ. എനിക്ക് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി ഇവിടെ താങ്കൾ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, ഇന്ത്യയിൽ കോടിക്കണക്കിന് പണം സ്വിസ് ബാങ്കിലുണ്ട്, അത് മുഴുവൻ പിടിച്ചുകൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഓരോ ആളുടെയും 15 ലക്ഷം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ചോദിച്ചോളൂ, സമയം കഴിയാണ്. ഇപ്പൊ 5 വർഷമായിട്ട് അബ്ദുൾ റസാഖ് 5 വർഷമായിട്ട്
മണ്ഡലത്തിലുണ്ടായി. അതുപോലെ മാജി MLA കുഞ്ഞാമ ഇവിടെ ഉണ്ടായത്. ഈടെ മണ്ഡലത്തിൽ വികസനം വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആയാലും ഈടെ ശരിയായിട്ട് വികസനം ഇവിടെ ഇല്ല. ഈടെ കുടിവെള്ള പ്രശ്നം, അതേപോലെ കൃഷി മേഖല പ്രശ്നം, അതേപോലെ റോഡും, അതേപോലെ വിദ്യാഭ്യാസം ഇതുവരെ ഇത് LDF ആയിട്ട് UDF ആയിട്ട് ഇതുവരെ ഒന്നും മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. അതേപോലെ ഇവിടുത്തെ MLA കന്നഡ അന്ന് കന്നഡത്തില് ആര് സത്യപ്രതിജ്ഞ ചെയ്താണ്, കന്നഡത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്താണ്. അന്ന് ഇപ്പോ ഈ വികസനമായിട്ട് ഇത് ചെയ്ത കന്നഡത്തില് കോട്ടിയുള്ളത് തോട്ടിയായിട്ടുണ്ട്. അതെന്ത് പറയത്തെ? തോട്ടി കന്നഡ ശബ്ദത്തിന് അവഗണിച്ചിട്ടാണ് ഇത് ചെയ്തത്. അതിന് പറയട്ടെ മറുപടി. CH കുഞ്ഞാമ്പ അവരോടാണ് ചോദ്യം. രാഷ്ട്രീയ ആയതുകൊണ്ട് 2 ചോദ്യമുണ്ട്. ഒന്ന്, അങ്ങ് ജയിക്കുകയാണെങ്കിലും കേരളത്തിൽ LDF അധികാരത്തിൽ വരികയാണെങ്കിലും അത് രണ്ടും നടക്കാത്ത കാര്യമാണ്. പിന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യോ അതോ VS അച്യുതാനന്ദനെ സപ്പോർട്ട് ചെയ്യോ? ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി നിങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി ആരാണ്? നിങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി ആരാണ്? മുസ്ലിം ലീഗിനെതിരെ നിങ്ങൾക്ക് മത്സരിക്കാൻ ആളെ കിട്ടാതെ നിങ്ങൾ പ്രമാണിമാരുടെ പിന്നാലെ പോയി സ്വതന്ത്രമായി മത്സരിക്കുകയാണ്. നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി ആരാണ്? മുഖ്യമന്ത്രി വിഷയമൊക്കെ പാർട്ടി തീരുമാനിക്കുക, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ആദ്യം ഒരു കാര്യം ചെയ്യും, ആ UDF തമ്മിലടി ഒന്ന് അവസാനിപ്പിക്കാമെന്ന്. ബഹുമാനപ്പെട്ട റദ്ദുച്ച ഒരു മറുപടിയും പറയുന്നില്ലല്ലോ. ആ കലാക്ഷേത്രം എന്തായി റദ്ദുച്ച? പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും അവരൊക്കെ അതിസമർത്ഥന്മാരും ഈ രാജ്യത്തെ ജനങ്ങളിൽ അറിയുന്നവരാണ്. അവർ തീരുമാനമെടുക്കും. തീരുമാനം പാർട്ടി പ്രശ്നമല്ല. ഞങ്ങൾ അധികാരത്തിൽ വരും, മുഖ്യമന്ത്രി ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ചെയ്യും, UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ആദ്യമാക്ക്. ആ കോൺഗ്രസിനെ തമ്മിലടി അവസാനിപ്പിക്കാൻ നോക്ക്. ഇപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. ഡൽഹിയിൽ പോയി തമ്മിൽ അടിയാണിപ്പോ നടത്തി കൊടുക്കുന്നത്. അതൊന്നും നിൽക്കാൻ പറ കോൺഗ്രസ് ആണ് നിനക്ക്. ഇവിടെ ചോദിച്ചോളൂ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് സമയം കഴിയാണ്. BJP സർക്കാർ വന്നാൽ ഇവിടെ, അതായത് നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് പറഞ്ഞത് അച്ഛാദിൻ ആനവാല ആനവാല എന്ന് പറഞ്ഞു. ആരുടെ അച്ഛാദിനാണ് വന്നത്? ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ പെട്രോൾ വില, വേറൊരു ചോദ്യം, പെട്രോൾ വില പിന്നെ ബാരലിന് $120 കുറഞ്ഞിട്ടും ഇന്നത്തെ വില കുറഞ്ഞില്ല. ഈ അച്ചാദിനം വരും ഇവിടെയും വോട്ട് പിടിക്കുന്നത്. ഇവിടെ കേസുകൾ അയച്ചാൽ ഇവിടെ അച്ചാദനം വരില്ല എന്നുള്ള തെളിവാണല്ലോ കാണുന്നതെന്നാണ് ചോദ്യം. അതല്ല, നിങ്ങൾ ആളെ പറ്റിക്കാണോ എന്നാണ് ചോദ്യം. ഈ കേന്ദ്രത്തിൽ ഇവിടെ വികസനം വന്നിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയ മേഖലയിൽ നോക്കിയാൽ ഈ ഭാരതത്തെ സ്ഥിതി സ്റ്റേറ്റസ് പോയിരിക്കുന്നു. ക്രൂഡോയിൽ ഇത്ര വില കുറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇന്ധന വില കുറയാത്തത് എന്നുള്ള സാധാരണമായ ചോദ്യമല്ലേ? അതിനെന്താണ് മറുപടി കൊടുക്കുന്നത്? ഇവിടെ പിന്നെ നേരത്തെയും ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത് ഈ സാഹചര്യം കുറക്കാൻ സാധിച്ചില്ലല്ലോ. അത് മാത്രമല്ല, അതല്ല, ഇതിപ്പോ പിന്നെ കേന്ദ്രത്തിൽ BJP വന്നാൽ അച്ഛാദിന് വന്നല്ലോ ഇവിടെ കേരളത്തിന്റെ അതിർത്തി പ്രദേശത്തിന്റെ കേരളത്തിന്റെ ഒരു സപ്തഭാഷാ മണ്ഡലത്തിൽ നിന്നാണ് ഒരു ഇലക്ഷൻ നടക്കുന്നത്. ഈ സപ്തഭാഷാ മണ്ഡലത്തിലെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും രൂക്ഷമായ ഒരു വിഷയമായിരുന്നു കേരളത്തിലെ കന്നഡക്കാർ നടത്തിയ ഏറ്റവും വലിയ സമരം. ഞാനൊരു കന്നഡക്കാരനാണ്. ഈ വേദിയിൽ കന്നഡയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നതാണ് BJPയുടെ പ്രതിനിധി ബാലകൃഷ്ണ ഷെട്ടി. ആ കന്നഡ സമരങ്ങളിൽ ഏറ്റവും ശക്തമായി നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന്റെ പല പ്രതിനിധികളും കന്നഡ ഭാഷാ ന്യൂനപക്ഷം LDFും UDFും കേരള നിയമസഭയിൽ കന്നഡക്കാർക്കെതിരെ നീങ്ങുന്നു എന്നുള്ള പ്രസ്താവന നിരന്തരമായി കേട്ടതാണ്. ഭാഷാ ന്യൂനപക്ഷം ഭൂരിപക്ഷം വരുന്ന ഒരു മണ്ഡലത്തിൽ BJPക്ക് ഒരു കന്നഡക്കാരനെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കപടത്വമാണ്. പ്രതിജ്ഞയല്ല കന്നഡയിൽ ഈ വേദിയിൽ പോലും പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളെ നിർത്തിയത് ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമാണ്. കാസർഗോഡിൽ പ്രശ്നമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ അതുകൊണ്ട് കാസർഗോഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്കുള്ള എല്ലാ അവസരങ്ങളും പിന്നെ തട്ടിക്കളഞ്ഞിരിക്കുന്നു. അത് പിന്നെ നമ്മുടെ
ചോദ്യമാണെങ്കിൽ താങ്കൾക്കെതിരെയുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് കന്നഡ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥി വരാത്ത എന്ന ചോദ്യം സാങ്കത്യമുള്ളതല്ലേ? അല്ല ഒരു നിമിഷം ഷബ്ദറസാഖ്, ഒരു നിമിഷം താങ്കൾ. അല്ല ബി ജെ പി അല്ല ഇവിടെ ഈ കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ബി ജെ പി പാർട്ടിയിലാണ്. ബി ജെ പി ഭാഷാ ന്യൂനപക്ഷത്തിൽ അവരെ കന്നഡ ഭാഷയിൽ ഒരാളെ നിർത്താത്ത അമർഷം ബി ജെ പിയിലുണ്ട്. അത് ബി ജെ പി ഞാൻ കന്നഡ എപ്പോഴും നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ കന്നഡക്കാരുടെ അടുത്ത സുഹൃത്തുമാണ്. ബി ജെ പി അതല്ല, ബി ജെ പി അത് 90% കന്നഡ ഭാഷക്കാരാണ്. ബാലകൃഷ്ണ ഷെട്ടി ഉൾപ്പെടെ കന്നഡ നേതൃത്വമാണ് ഉള്ളത്. അവരാണ് പരിഗണിക്കേണ്ടത്, അവർ പരിഗണിച്ചിട്ടില്ല. ഞാൻ കന്നഡക്കാരനാണ്. ശ്രീ അബ്ദുറസാഖ്, താങ്കൾക്ക് താങ്കൾ ഇവിടെ ഭാഷാ ന്യൂനപക്ഷത്തിൽ കൂടുതലുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ താങ്കളുടെ മുന്നണിയും വെക്കേണ്ടത് ഒരു ഭാഷാ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളെ ആയിരുന്നില്ലേ? ഞാൻ ഭാഷാ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണ്. താങ്കൾ കന്നഡ അറിയാം, കന്നഡ അറിയാം, മലയാളം അറിയാം. അതിപ്പോ സുരേന്ദ്രൻ പഠിച്ചാ പോരെ ഈ കാര്യങ്ങളൊക്കെ? അത് പഠിച്ചിട്ട് വരട്ടെ. അതെന്താണ് അങ്ങനെ ഒരാളെ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെന്നാണ് പത്രങ്ങളിലൂടെയൊക്കെ അറിയുന്നത്. കെ സുരേന്ദ്രൻ വലിയ വിമർശനങ്ങളുണ്ട്. തീരുമാനമാണ് അവരുടെ ആര് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് പാർട്ടി തീരുമാനിച്ചു. അതിനടിസ്ഥാനത്തിൽ മഞ്ചേശ്വരത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലേ ബി ജെ പി? അങ്ങനെയുണ്ടോ? ഉണ്ടല്ലോ. ഈ ഭാഷാ ന്യൂനപക്ഷത്തെ പ്രശ്നയിൽ ഇടപെടുന്നത് ബി ജെ പി മാത്രമേ. ഇവിടെ CPM ആവട്ടെ, UDF ആവട്ടെ, എപ്പോഴും പ്രക്ഷോഭം നടത്തിയിട്ടില്ല. കാസർഗോഡിൽ വെച്ച് ഭാഷാ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് അജിറ്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രം അവകാശപ്പെട്ടു.